ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗാലറി ഗ്ലാംബോയ് ദൃശ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ സുഖമായിട്ടിരിക്കണം, നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹരിതയുടെ 7ാം മാസം അറിയാൻ പോയ ഒരു വീഡിയോ കേട്ടോ. അതായത് 7ാം മാസത്തിലെ ചടങ്ങിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. തുരുത്തുമേലായിരുന്നു ഫംഗ്ഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഗംഭീരമായിട്ട് തന്നെ പരിപാടിയൊക്കെ നമ്മൾ കഴിഞ്ഞു, വീട്ടിൽ വന്നു. പിന്നെ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് എടുത്തേക്കണം, ചെറുതല്ല ഇച്ചിരി വലുതാട്ടോ. പിന്നെ ഞാൻ ഒത്തിരി സ്പീഡിലൊന്നും ഇട്ടിട്ടില്ല. പിന്നെ അതിനകത്ത് ഞാനൊരു വയ്യാത്ത കുഞ്ഞ്, അതായത് ചെട്ടിമംഗലത്തെ ഒരു കുഞ്ഞിൻ്റെ കേക്ക് ചലഞ്ച്. കുഞ്ഞിന് ക്യാൻസർ ആണ്, നിരഞ്ജൻ എന്നാണ് പേര്. 17 വയസ്സാണുള്ളത്, പഠിക്കുവാണ്. അപ്പോൾ ബോൺ ക്യാൻസറാണ്, മജ്ജയിലാണ് ക്യാൻസർ. അപ്പോൾ അതിനൊരു കേക്ക് ചലഞ്ച് നടത്തണുണ്ട് കേട്ടോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. കേക്കിന് 200 രൂപയാണ്. കേക്ക് വേണ്ടാന്നുള്ളവർ ആ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയോ വിളിക്കുകയോ. ഇനി കേക്ക് വേണമെന്നാണെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി, കേക്ക് അവർ കൊണ്ടുപോയി എത്തിച്ചു തരും കേട്ടോ. ഓരോ ഏരിയയിലൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ കേക്കൊക്കെ മേടിച്ചു. 200 രൂപയാണ് കേക്കിൻ്റെ വില. നമ്മൾ എന്തായാലും ക്രിസ്മസിന് കേക്ക് മേടിക്കണം, കേക്ക് മേടിക്കുമല്ലോ എല്ലാ വീടുകളിലും. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക്, അതായത് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞേക്കണം, മജ്ജ മാറ്റി വെക്കണം, 22 ലക്ഷമൊക്കെയാണ് പറഞ്ഞേക്കണത്. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് സഹായിക്കാൻ ഇപ്പോൾ ഇങ്ങനെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു കേക്ക് മേടിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. വീഡിയോയിൽ ക്ലിയർ ആകാത്തവർക്കാണ് ആദ്യമേ ഒന്ന് പറഞ്ഞു കേട്ടോ. നിരഞ്ജൻ, 17 വയസ്സ്, സ്ഥലം ചെട്ടിമംഗലത്ത്. അവർ കോൺടാക്ട് നമ്പരും എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്കവരും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, അത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കഴിയാവുന്നവർ ചെയ്യുക. പിന്നെന്താ, സാരിയുടെ വീഡിയോ, സാരി മേടിച്ചിട്ട് സാരി എല്ലാവരും കൊണ്ടുപോയി നമ്മുടെ വീഡിയോ കണ്ടിട്ട് കൊണ്ടുപോയി കൊടുത്തെന്ന് പറഞ്ഞു. ഒന്നും കിട്ടിയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. സാരിക്ക് ഞാൻ പറഞ്ഞല്ലോ, അത് ഫേക്കാണെന്നാണ് തോന്നുന്നത്. അത്രയും രൂപയൊന്നും കിട്ടില്ല സാരിക്ക്. നമ്മൾ 400 രൂപക്കൊക്കെ മേടിക്കുന്ന സാരി, അല്ലെങ്കിൽ 200 രൂപക്കൊക്കെ മേടിക്കുന്ന സാരി 10,000-20,000 ഒക്കെ തരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. അതൊന്നും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, കല്യാണ സാരി എൻ്റെ വില കൂടിയ സാരിയാണ് കല്യാണ സാരി. അത് കൊടുത്തിട്ട് പോലും ഒന്നും കിട്ടിയില്ല. നൂലാണെന്നോ എന്തോ കോപ്പറാണെന്നാണ് പറഞ്ഞത്. വെള്ളിക്കസവിനാണ് പൈസ കിട്ടുന്നത്. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു, പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് നല്ല കസവൊക്കെ ആയിരിക്കണം. അത്രയും രൂപയൊന്നും കിട്ടില്ല, വല്ല 500-1000 ഒക്കെ കിട്ടിയാലായി കേട്ടോ. അത് നല്ല കസവായിരിക്കണം. അതെന്തോരം ഉണ്ട് എന്നൊക്കെ അനുസരിച്ചായിരിക്കും പൈസ. 1 മാസം അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേണ്ടാണ്ടിരിക്കുന്ന സാരി ഉണ്ടെങ്കിൽ നമ്മുടെ അലമാരിക്ക് ഒന്ന് ശ്വാസം മുട്ടി ഇരിക്കുകയാണ് അലമാരി ആണെങ്കിൽ, അതുകൊണ്ട് കൊടുത്താൽ എന്നെങ്കിലും പൈസ കിട്ടും. അത്രയേ ഉള്ളൂ. നമ്മുടെ അലമാരിക്ക് ഒന്ന് സ്പേസ് ആവും, അങ്ങനത്തെയൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോയെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം നമ്മുടെ വീഡിയോ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ലൈക്കും സബ്സ്ക്രൈബും ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഞാൻ വർത്തമാനം പറയുമ്പോൾ ഇട്ടോ കയറി വരുന്നുണ്ടല്ലേ, കൂടെ കുറേ കൊട്ടോ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം, ഇങ്ങനെ വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാനും ദേവനും വിധുവും കൂടി വണ്ടിയിൽ കയറാനായിട്ട് പോവാം കേട്ടോ. നമ്മൾ തുരുത്തുമേലെത്തി. കുറച്ച് ലാഗ് അടിച്ചാലെന്ന് വെച്ചാൽ അച്ചായനെ നമ്മൾ നേരെ പോയത് വെളുത്തെടുത്തേക്കാണ്. അവിടെ ചെന്ന് അച്ചായനെ എടുത്തുകൊണ്ട് വേണം പോരാനായിട്ട്. അമ്മയും അപ്പയും, അതായത് ഇറുമ്പേത്തപ്പയും കൂടി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ ആരും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മളാണ് ഫസ്റ്റ് വരുന്നത്. അമ്മയൊക്കെ നേരത്തെ പോയായിരുന്നു കാറിന്. അപ്പോൾ നമ്മളവിടെ ചെന്ന് ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അമ്പിളിയൊക്കെ അപ്പയൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മയുടെയൊക്കെ കൂടിയാണ് അവർ പോയത്. അപ്പോൾ ഞങ്ങളും എത്തിയിട്ടുണ്ട്. ഞാൻ ഇട്ടേക്ക് ഡ്രസ്സ് എന്ന് പറയുന്നത് ദേവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ കൊള്ളാം കേട്ടോ. അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് അപ്പോൾ കഴിച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ ചിറ്റ ഇങ്ങനെയാണ് കേട്ടോ. ചിറ്റ ചോറിനുവാണെങ്കിൽ ഇപ്പം ഞാൻ ചെല്ലുവാണെങ്കിൽ എനിക്ക് വാരിത്തരും. എനിക്ക് ഇഷ്ടമാണ് ചിറ്റയുടെ അമ്മയുടെയൊക്കെ ചോറിങ്ങനെ ഒരു പിടി ചോറ് വാരി തിന്നണം. അത് പണ്ടിങ്ങനെ മുളക് ചാറൊക്കെ ഒഴിച്ച് ചിറ്റ പറഞ്ഞിട്ട് തന്നെ വായി വെള്ളം വരും. മുളക് ചാറും ചട്ടിയിലൊക്കെ ചോറ് തന്നെയല്ലേ, മീൻകറിയൊക്കെ വെച്ച് അരപ്പൊക്കെ തൂത്ത് വലിയ മുളകൊക്കെ ഞെരടി ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക്. അപ്പോൾ ചിറ്റ തന്നപ്പോൾ എനിക്കതിങ്ങനെ ഓർമ്മ വന്നു. അഞ്ചുക്കുട്ടിക്കും എനിക്കൊക്കെ വായി വെച്ച് തന്നായിരുന്നു കേട്ടോ. 2 വായ കഴിച്ചുള്ളൂ. അപ്പോൾ അവർ കസേരയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഇടുമായിരുന്നു കേട്ടോ. അവർ 10-80 പേരുടെ പരിപാടിയാണ്. അപ്പോൾ ഹരിതയുടെ വീട്ടിൽ നിന്നും ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ. ആരും വന്നിട്ടില്ല ഇതുവരെ, അവരുടെ സ്വന്തക്കാരൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലെ വ്യൂ കേട്ടോ. ഹരിതയാണ് ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ അവൾ ഒരുങ്ങിയിട്ടൊന്നുമില്ല. സമയമുണ്ടല്ലോ, 1 മണി 1:30 എങ്ങാണ്ടാകുമ്പോഴാണ് ഇറങ്ങണ്ടേ, അതോ 2 മണിക്കാണോ എന്നറിയില്ല. അപ്പോൾ അനുമോള് വന്ന പാടെ അവൾക്ക് വിശന്നിട്ട് ഇഡലി സാമ്പാറുമായിരുന്നു അവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ അതെടുത്ത് കഴിക്കുകയാണ്. ചിറ്റയാട്ടോ നിൽക്കണം, അതായത് അമ്പാടിയുടെ അമ്മ. ഈ ചിറ്റയെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ 3ാമത്തെ പെങ്ങളാണ്.
ചിറ്റ, നാലാമത്തത് ഗിരിയ ചിറ്റ, ഒന്നാമത്തതാണ് ഈ തലയിൽ ക്ലിപ്പിട്ടിരിക്കുന്ന ലളിതാപ്പ, രണ്ടാമത്തെ ആളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, മഹിളാമണിയപ്പ, മൂന്നാമത്തതാണ് എൻ്റെ അച്ചായി, നാലാമത്തെ. ഇവർ മൊത്തം 5 മക്കളാണ്. അപ്പോൾ വിധുവും ദേവനൊക്കെ അവിടെ അഷ്ടമിയുടെയൊക്കെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു, പോപ്കോണും കാര്യങ്ങളൊക്കെ അതെടുത്ത് കഴിച്ചു. അതൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. അഞ്ചുകുട്ടി ആ സൈഡിൽ ഇരുന്നപ്പോൾ കാലൊന്ന് ചെറുതായിട്ട് കാലിൻ്റെ തൊലി പോയിട്ട് അതിലേക്ക് കൊണ്ട്, അപ്പോൾ നടയിലേക്ക് കൊണ്ട്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുവാണ്. ഹരിത അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി വർത്തമാനവും കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ. അതിൽ നിന്ന് ഞാനും 2 പോപ്കോണൊക്കെ എടുത്തു. വിധുക്കുട്ടനും ആദിക്കുട്ടനും കാശിയൊക്കെ ഉള്ളതുകൊണ്ട് അവന്മാർക്കൊക്കെ കളിക്കാനായിട്ട് കൂട്ടായിട്ടോ. അപ്പോൾ കളിച്ചൊക്കെ നടക്കണു. ഇത് അവരുടെ ബാക്ക് സൈഡായിരുന്നു. പണ്ട് ഞങ്ങളിവിടെ വന്ന് നിൽക്കുമായിരുന്നു കേട്ടോ. ഞാൻ ചിറ്റയുടെ കൂടെ വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ വീടൊന്നും അല്ലായിരുന്നു, പഴയ ഓട്ട വീടായിരുന്നു. ഈ വീടും എൻ്റെ വീടും ഒക്കെ ഒരുമിച്ചാണ് പണിതതും. ഹൗസ് വാമിംഗ് ഒക്കെ അധികം ഗ്യാപ്പ് ഇല്ലാണ്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചിറ്റയുടെ വീടാണിത്. തുരുത്തുമ്മേലാണ് വീട്. അപ്പോൾ അടുക്കളയൊക്കെ ആകെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അറിയാമല്ലോ, ആകെ മെസ്സിയായിട്ട് കിടക്കുവാണ്. 2 അടുക്കളയുണ്ട്, ഹാള്. അപ്പോൾ അഞ്ചുകുട്ടി അവിടെ നിന്ന് ഒട്ടിക്കുക. അമ്പാടി ഒരു ബാൻഡേഡ് കൊടുത്തായിരുന്നു. അമ്പാടി എന്ന് പറയുന്നത് ചിറ്റയുടെ മോനാണ്, ഹരിതയുടെ ഹസ്ബൻഡ്. അപ്പോൾ അവളത് ഒട്ടിക്കുക കേട്ടോ. കാലയിൽ ഇച്ചിരി തൊലി പോയിട്ടുണ്ടായിരുന്നു അവളുടെ നടയുടെ ആ വക്കില്ലേ അവിടെ കൊണ്ടതാട്ടോ. ഒരു അരം പോലത്തെ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തം 3 ബെഡ്റൂമാണുള്ളത്. ഇതൊക്കെ ഹരിത ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴായിരിക്കും കാണുന്നത്. അപ്പോൾ ഞാൻ അഞ്ചുകുട്ടിയോട് പറയാം, എന്തായാലും വന്നതല്ലേ ഇവരുടെ വീടിൻ്റെ ഒരു ഹോം ടൂറും കൂടി എടുത്തേക്കാന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഈ വീട്ടിൽ ചിലപ്പോൾ കള്ളം കയറും കേട്ടോ ചേച്ചി യൂട്യൂബിൽ ഇടണമുണ്ട് എന്ന് പറഞ്ഞു. ബാത്റൂം ഇത് ഹരിതയുടെ അമ്പാടിയുടെ റൂം. ആദ്യത്തെ നമ്മൾ കിടന്നില്ല, അത് അവരുടെ പ്രൈവസി ആയതുകൊണ്ട് അങ്ങോട്ട് കിടന്നില്ല. പിന്നെ ഇതൊക്കെ ഇവിടെ ഒന്നും ആരും കിടക്കണില്ല. ചിറ്റപ്പൻ ഇവിടെ ഇല്ല, പാലക്കാട് ആണ് ജോബ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചിറ്റപ്പൻ പോവും. പിന്നെ ഇവരൊക്കെ ഉള്ളൂ ഇവിടെ. അപ്പോൾ വാതിക്കൽ ആണ് പരിപാടിയൊക്കെ നടക്കുന്നത്. എല്ലാവരും വർത്തമാനം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുവാണ്. അപ്പോൾ അവർ വന്ന് ഹരിതയുടെ വീട്ടിൽ നിന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നു. അവർ വരുന്നത് പൂത്തോട്ടേന്നാട്ടോ, അനുമോളുടെ വീടിൻ്റെ അടുത്ത്. ഇങ്ങോട്ടുള്ള വഴി അത്ര രസമല്ല, അതായത് ഫുള്ളും പോയി കിടക്കുന്ന വഴി കേട്ടോ. അതുകൊണ്ട് തന്നെ അവളിപ്പോൾ പോയാൽ ഇനി ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞുമായിട്ടേ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് എടുക്കാനൊന്നും പറ്റില്ലല്ലോ. ഇവിടെ നിന്ന് ഒത്തിരി പോകണം റോട്ടിലേക്ക്. പിന്നെ അതുമല്ല അവൾ കാണിക്കണത് അവിടെയാണ്, ദേവിയിലാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്നൊക്കെ വന്നു. ഇത് ഹരിതയുടെ അമ്മയാട്ടോ, ഹരിതയുടെ ചേച്ചിയുടെ മോളാണ് കൈയിരിക്കണേ. അവരാണ് ആദ്യം വന്ന, എല്ലാവരും ഒക്കെ വന്ന് തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ വയറുകാണൽ ചടങ്ങ് 7-ാം മാസത്തിൽ ഇങ്ങനെ പലഹാരവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ അവരെടുത്ത് വെക്കുവാണ്. അപ്പോൾ അടുക്കളയിൽ അവർക്കുള്ള വെൽക്കം ഡ്രിങ്ക് ഒക്കെ കലക്കണ പരിപാടിയൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഉഷിച്ചിറ്റയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ ആട്ടോ. അടിപൊളിയാണ്. അവരൊക്കെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും പറയണ്ടല്ലോ, സ്ക്വാഷൊക്കെ കലകിയിട്ടുണ്ടെങ്കിൽ അതും തണുപ്പാണെങ്കിൽ പിന്നെ ഇവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല. കയറി ഇറങ്ങി അത് മൊത്തം മാട്ടിക്കോളും. വിധുവിനോടും ദേവനോടും ഞാൻ പറഞ്ഞു അധികം കഴിക്കണ്ടെന്നും. അപ്പോൾ അഞ്ചുകുട്ടി ഞാനിങ്ങനെ സൂം ചെയ്യായി. അഞ്ചുകുട്ടി എൻ്റെ ചാനലിൻ്റെ ഐശ്വര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, എപ്പോഴും കാണിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നപ്പോൾ നമ്മൾ അവരുടെ ബാക്ക് സൈഡിൽ നല്ല വ്യൂ ആട്ടോ, ജാതിയും കാര്യങ്ങളും പുഴയൊക്കെയാണ്. അപ്പോൾ നമ്മൾ പണ്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവരുടെ വീട്ടിൽ ഞാനും അമ്പാടിയും എൻ്റെ ചേട്ടനും അക്കിയൊക്കെ ഉണ്ട്. ഈ അമ്പാടിയുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കളാണ്. അവരൊക്കെ ആയിട്ട് പുഴയിലൊക്കെ പോകും, കളിക്കും. അടിപൊളിയായിരുന്നു കേട്ടോ. പണ്ടൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഈ വീടൊന്നും ഇല്ലായിരുന്നു. ഇവിടെ കുഞ്ഞു ഓടിട്ട വീടായിരുന്നു, പാലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഞാനുണ്ട്, ദേവൻ, അഞ്ചു, അനുമോൾ. അപ്പോൾ റീലും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഷീറ്റ് ഇങ്ങനെ വെച്ചേക്കണം. അവിടെ ഒരു പട്ടിയുണ്ട് കേട്ടോ, അത് ഇപ്പുറത്തേക്ക് വരാണ്ടിരിക്കാനായിട്ട് ആ അച്ഛൻ അത് വെച്ചേക്കണം. അപ്പോൾ പോന്നോളാൻ പറഞ്ഞ് ഞങ്ങൾ ഒരു പാലം കിടന്നപ്പോൾ തന്നെ ആ പട്ടി ഓടി വന്നു. പിന്നെ ആ വീട്ടിലെ പട്ടീനെ ആ ചേട്ടൻ കെട്ടിയിട്ട് ഇപ്പം പോന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ധൈര്യമായിട്ട് പോകുന്നു. എന്നാലും ഞങ്ങൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ പോവാണ്. മൊത്തം മാറിയിട്ടോ, പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പോൾ ആ കടവൊക്കെ പോയി, അലക്കാനും കുളിക്കാനൊന്നും പറ്റത്തില്ല. അത് ഇവിടെയായിരുന്നു ആ കടവ്. അതൊക്കെ ഇങ്ങനെ പ്രളയമൊക്കെ വന്നല്ലോ, അപ്പം മൊത്തം സീനായി. ഇപ്പം അങ്ങനെ കുളിക്കടവൊന്നും ഇല്ലെന്നാണ് ആ വീട്ടിലെ ആ ചേട്ടൻ പറഞ്ഞിട്ട്. അവർ ഈ സ്ഥലം മേടിച്ചതാണ്, പണ്ടുള്ളവർ പോയായിരുന്നു. നമുക്കിങ്ങനെ അക്കരെ ഇക്കരെ നീന്താൻ പറ്റുമായിരുന്നു. അതായത് അധികം വീതിയില്ല പുഴയ്ക്ക്, അക്കരെ ഇക്കരെ. ഇവിടെ വന്നാലും കാര്യങ്ങൾ കൊച്ചു വർത്താനമൊക്കെ അക്കരെയുള്ളവരോട് പറയാം, അക്കരയിലുള്ളവർ ഇക്കരക്കാരോട് സംസാരിക്കാം. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു. നൊസ്റ്റു അടിക്കുക, നൊസ്റ്റാൾജിയ. അപ്പോൾ അനുമോളും ഉണ്ട്. അവന്മാരൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ നിൽക്കാനായിട്ട്. ജാതിയും കാര്യങ്ങളും. പട്ടി വരേണ്ടതെന്നാണ് എല്ലാവരും നോക്കണമെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു പട്ടി. ആ ചേട്ടൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, സ്നേഹമാണെന്ന്. പക്ഷേ സ്നേഹം നമ്മളോട് വേണമെന്നില്ലല്ലോ.
അതുകൊണ്ട് ദേവനെ വെള്ളമൊക്കെ കണ്ടിട്ട് മുറുക്കി പിടിച്ചേക്കാണ്. അപ്പോൾ നമ്മൾ റീലും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ. നമ്മളിവിടുന്ന് ഒരു അടിപൊളി നന്നായിട്ട് കളിച്ചൊരു ഡാൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് അനുമോൾ അപ്ലോഡ് ചെയ്തപ്പോൾ അറിയാണ്ട് ഡിലീറ്റ് ചെയ്ത്, പിന്നെ നമുക്ക് രണ്ടാമതും എടുക്കേണ്ടി വന്നു. പിന്നെ ദേവനാട്ടോ റീൽ ഇതൊക്കെ എടുത്തു തരാം നമുക്ക് വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാൻ പാട്ടിടാത്ത എന്നാന്ന് വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. പിന്നെ ആ പാട്ടില്ലേ എന്നമ്മ, അതാണ് ഞാൻ പാടുന്ന കൊളാക്കുന്നില്ല. അപ്പം ഞാൻ ശരിയാക്കുമ്പോൾ അവൾ തെറ്റിക്കുമ്പോൾ ഞാൻ ശരിയാക്കും, അങ്ങനെയൊക്കെ ആട്ടോ. ബിരിയാണിയാണോ നെച്ചോ? അനുമോളൊക്കെ വയറ് കഴുകിയതായിരുന്നു ഇന്ന്. ഗൈസ് നമ്മൾ ഇവിടെ അവരുടെ വീടിൻ്റെ സൈഡിൽ വന്നേക്കും കേട്ടോ, പുഴയൊക്കെ ഉള്ളടുത്ത്. അപ്പോൾ റീലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. വിശപ്പിൻ്റെ വിളി വന്നതായിരുന്നു. അപ്പോൾ അച്ചായി ആ ടൈമിൽ വന്ന് വിധുവിനെയും കൊണ്ട് പരിപാടി ഗംഭീരമായിട്ട് നടക്കുന്നു. ഞാൻ പാലം കയറുക കേട്ടോ ഗൈസ്. നേരെ നോക്കിയാൽ വെള്ളത്തിൽ കിടക്കും. അപ്പോൾ തുരുത്തുമ്മ ആട്ടോ ഇത് സ്ഥലം. വയറ് കാണൽ ചടങ്ങാണ്, അതായത് 7ാം മാസം കൂട്ടിക്കൊണ്ട് പോകണം. വളകാപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് അവർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പേര് എന്ന് പറഞ്ഞാൽ 85 പേരുടെ പരിപാടി. പാലം കിടക്കും കേട്ടോ. അച്ചായി വരുന്നുണ്ട് ബാക്കിൽ. ഞങ്ങൾ റീലൊക്കെ എടുക്കാനായിട്ട് പോകുന്നതാണ്. ഇവിടെ അടിപൊളിയാണ്, ജാതിയൊക്കെയാണ് ഫുള്ള്. നമ്മളിത് അവരുടെ വീടിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടോ, പിന്നെ കാണിക്കാം. അപ്പോൾ അതേ ഞാൻ ഈ ഫോട്ടോ കാണിക്കണത് എൻ്റെ ഇതാട്ടോ എൻ്റെ മൂത്തപ്പയല്ല, അച്ഛൻ്റെ ഏറ്റവും മൂത്ത പെങ്ങളാണ്. അപ്പോൾ അവരുടെ അവിടെ ഒരു കുഞ്ഞിന് വയ്യാത്തതുണ്ട് കേട്ടോ. നിരഞ്ജൻ 17 വയസ്സാണ്, അവന് ക്യാൻസറാണ് ആ കുഞ്ഞിന്. അപ്പോൾ അതിന് പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ കേക്കിൻ്റെ ഒരു പരിപാടി നടത്തുന്നുണ്ട്. അതായത് ചികിത്സാ സഹായത്തിന് വേണ്ടിയാട്ടോ അത് നടത്തുന്നത്. ഈ കേക്ക് ചലഞ്ചൊക്കെ ഇല്ലേ അത്. അപ്പോൾ 200 രൂപയാണ് ആ കേക്കിന്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും അവനെ സഹായിക്കണമെന്നോ കേക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കണമെന്ന് ഞാൻ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഒരു കുഞ്ഞിൻ്റെ ജീവനല്ലേ, അവന് വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊക്കെ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ വന്ന് എല്ലാവരും മേടിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി, മെസ്സേജ് ഇടുമോ, അവർ കൊണ്ടുതരും. ഇനിയിപ്പോൾ കേക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ഫാമിലി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒക്കെ നിറം നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള മൊമെൻ്റൊക്കെ നമുക്ക് ചിലപ്പോഴൊക്കെ കിട്ടുള്ളൂ, എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുന്നല്ലോ. അപ്പോൾ ഞാൻ അവരോട് ഹായ് പറയാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ എല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നടക്കുവാണ്. പിന്നെ ഞങ്ങൾ ചേച്ചിമാരും പിള്ളേരും അനിയത്തിമാരൊക്കെ കൂടി ഒരു ഫോട്ടോ എടുത്തു. പിന്നെ ഫുഡിൻ്റെ സമയമായി, എല്ലാവരും ഫുഡ് കഴിക്കണ തിരക്കിലാണ്. എല്ലാവർക്കും ഓൾറെഡി വിശപ്പിൻ്റെ വിളിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് നെയ്ച്ചോറോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാട്ടോ. അപ്പോൾ ചോറും ബീഫും ഒക്കെ ആയിരുന്നു. അതാണ് ഏറ്റവും നല്ലത്, വിശപ്പും മാറും. പിന്നെ നെയ്യൊക്കെ ആകുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ തികട്ടിയൊക്കെ വരും. അപ്പോൾ ഇത് കൂട്ടനെ ചിറ്റി എടുത്തുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് വിധുവും ദേവനും കാശിയും ആദ്യമൊക്കെ ഇരുന്ന് കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇത് കൂട്ടൻ എൻ്റെ കൂടെ നിൽപ്പുണ്ട്. അതാണ് ഈ കിലുക്കും ഈ ഒച്ചയൊക്കെ കേൾക്കണം. JCB വെച്ച് കൊടുക്കാൻ പറഞ്ഞാൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ഇരിക്കാം, അഞ്ചുകുട്ടിക്ക് ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ പോകാമല്ലോ, അപ്പോൾ ആദ്യമേ ഇരിക്കാമെന്ന് പറഞ്ഞു. ആദ്യമേ ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചു പിള്ളേർക്കൊന്ന് വാരി കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് കഴിക്കാമല്ലോ അമ്മ വാരി കൊടുക്കുവാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് പഞ്ചുവിനെയും മോളെയും ചിക്കനെയൊക്കെ വിളിച്ചിട്ടോ. അപ്പോൾ അച്ചായി വിധുക്കൂട്ടൻ എത്തിയില്ലാത്തതുകൊണ്ട് വേറൊരു കസേര കയറ്റി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയും കൂടി ഇരുന്നു, അപ്പോൾ പിന്നെ അവനെ മടി വെച്ച് കൊടുക്കാമല്ലോ. അതേ വാഴയിലായിരുന്നു. ഈ വാഴയിൽ ഞാൻ എങ്ങനെ വെച്ചിട്ട് അത് നിവർന്നിരിക്കണില്ലായിരുന്നു. ഈ സൈഡിൽ പിടിക്കുമ്പോൾ അപ്പുറത്തേക്ക് പോകും, അപ്പുറത്ത് വെക്കുമ്പോൾ ഇപ്പുറത്തേക്ക് വരും. പിന്നെ ഒരു കണക്കിന് കറിയൊക്കെ കൊണ്ടുവന്നപ്പോൾ സെറ്റായിട്ടിരുന്നു. അപ്പോൾ ഞാൻ അമ്പാടിയോട് പറഞ്ഞാൽ കനത്ത് ചോറിട്ടോ ഇലയൊന്ന് റെഡി ആയിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. ആദ്യം കണ്ടോ അച്ചാറ്, ചള്ളാസ്. ഞാനൊരു ചള്ളാസ് ലവറാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചള്ളാസ്. അപ്പോൾ അവൻ പറഞ്ഞു ചില പെൺപിള്ളേർക്കൊന്നും ഇഷ്ടമല്ലടി, അതാണ് ഇങ്ങനെ അധികം വെക്കാതെ. ഞാൻ പറഞ്ഞു നീ കാര്യമായിട്ട് കുടഞ്ഞിട്ടോളാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ ആ ചിങ്ങയും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടൊരു മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഇഞ്ചിക്കറി, ബീഫ്, മോര്, മീൻകറി, ഇതൊക്കെയായിരുന്നു കേട്ടോ. കറികളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടമായി. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അടിപൊളിയായിരുന്നു. അതൊക്കെ വയറ് നിറച്ച് ഭ്രഷ്ടാംശം ഭോജിച്ചു.
വിതുക്കൂട്ടം കഴിച്ചില്ല, ദേവൂട്ടി അങ്ങനെ അധികം കഴിച്ചില്ല കേട്ടോ. പിള്ളേരാരും അങ്ങനെ അധികം കഴിച്ചില്ല. അവരിങ്ങനെ ബിസ്ക്കറ്റും സ്നാക്സൊക്കെ തിന്നുകൊണ്ട് പിന്നെ കുറേ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചല്ലോ. അതുകൊണ്ട് അവന്മാരൊന്നും അധികം കഴിച്ചില്ല, 1-2 വായൊക്കെ കഴിച്ചിട്ട് പിന്നെ പോന്നു. സദ്യ നല്ലതായിരുന്നു കേട്ടോ. കറക്റ്റ് സമയത്ത് കഴിച്ചുകൊണ്ട് ഒത്തിരി നേരം അങ്ങനെ വിശന്നിരിക്കേണ്ടി ഒന്നും വന്നില്ല. അതുപോലെ അവർക്ക് 2:30 ആകുമ്പോൾ ഇറങ്ങണമായിരുന്നല്ലോ. ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ എല്ലാവരും ഒക്കെ വന്നായിരുന്നു കേട്ടോ. വിളിച്ചവരൊക്കെ വന്നായിരുന്നു, ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കണു. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ആരും ഇരിക്കാനില്ലായിരുന്നു, കുറച്ച് വന്നവരെ ഇരുത്തി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളാണ് ഇരുന്നത്, പിന്നെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ചുറ്റുപാടുള്ള എല്ലാവരും ഒക്കെ വന്നു കേട്ടോ. അത് കഴിഞ്ഞ് 2-3 ട്രിപ്പ് ഇരുത്തി കഴിഞ്ഞപ്പോൾ പിന്നെ പോകാനുള്ള സമയമായതുകൊണ്ട് അതേ ഹരിത റെഡിയായി വന്നിട്ടുണ്ട്. ഹായ് ഒക്കെ പറഞ്ഞിട്ടോ എല്ലാവരും ഒക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവൾ പോകാൻ റെഡിയായി. അവളുടെ ഏറ്റവും വലിയ ലൈഫിലെ ഏറ്റവും വലിയൊരു മൊമെൻ്റാണ് അവൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് അമ്മയാകുക എന്ന് പറയുന്നത്. അതൊരു നിസ്സാര കാര്യമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവൾ ആ പീരീഡ് എൻജോയ് ചെയ്യുകയാണ്. കൂട്ടിക്കൊണ്ട് പോവുക, നിറവേറോടുകൂടി കൂട്ടിക്കൊണ്ട് പോവുക. ഇനി കുഞ്ഞുമായിട്ടേ അവൾ തിരിച്ചു വരുള്ളൂ. അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ നമുക്കാണേലും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു മാതൃത്വം ഉള്ളിൽ തുളുമ്പില്ലേ നമ്മളങ്ങനെ കാണുമ്പോൾ. ഇപ്പോൾ എല്ലാവരും അവളെ അനുഗ്രഹിച്ച് ഈ ഒരു മൊമെൻറ്റിന് വേണ്ടി ചിറ്റയായിക്കോട്ടെ, ചിറ്റപ്പനായിക്കോട്ടെ, അവനായിക്കോട്ടെ, എല്ലാവരും അനുഗ്രഹിച്ച് കുഞ്ഞൊക്കെ ആയിട്ട് വരാൻ നമ്മൾ ബ്ലെസ് ചെയ്ത് വിടുമല്ലേ അവളെ. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവർക്കും. അവൾക്കും അങ്ങനെ തന്നെ കുഞ്ഞൊക്കെ ആയിട്ട് ഇനി വരട്ടെ എല്ലാവരും. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി ഉണ്ട് കേട്ടോ പോകാനായിട്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചൊല്ലാമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഹരിതയൊക്കെ വളരെ ഹാപ്പി ആട്ടോ. അപ്പോൾ അവരെ ഇറങ്ങുവാട്ടോ. ഇനിയിപ്പം നേരെ കാർ കയറിയാൽ മതി. സങ്കടമൊക്കെ ഉണ്ട്. അവൻ സൈഡിൽ നിൽപ്പുണ്ട് കേട്ടോ, അമ്പാടി സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കൊണ്ടേ ആക്കുവാണ്. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞുമായിട്ടേ വരുള്ളൂ, അല്ലാണ്ട് വരുന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, റോഡും കാര്യങ്ങളൊന്നും കൊള്ളത്തുമില്ല. അതുമല്ല അവൾക്ക് ഹോസ്പിറ്റലിലേക്ക് വേഗം പോകാനായിട്ട് സൗകര്യം അവിടെ നിൽക്കുന്നതാണ്, ദേവിയിലാണ് കാണിക്കുന്നത് കേട്ടോ. പുള്ളിക്കാരി പൊതുവെ എങ്ങനെ ആരോടും അധികമൊന്നും സംസാരിക്കില്ല. ഞാനൊക്കെ സംസാരിക്കുമ്പോൾ വളവളാന്ന് അങ്ങനെ സംസാരിക്കണ ക്യാരക്ടറൊന്നുമല്ല. ആവശ്യത്തിന് മാത്രം വീണ്ടും സംസാരിക്കും, നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ പറയും, അങ്ങനെയൊക്കെ കേട്ടോ. എന്നാലും അടിപൊളിയാണ് ആൾ. നമ്മൾ ചോദിക്കുന്നതിനൊക്കെ പറയും, കമ്പനിയാണ്, നമ്മുടെ കൂടെ വന്നിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പോൾ ആരാണ് ചിറ്റ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അവൾ പോയപ്പോൾ. എല്ലാവരുടെയും ഉള്ളിൽ ചിറ്റപ്പൻ്റെ ആണെങ്കിലും എല്ലാവരും ചെറുതായിട്ടൊന്ന് കണ്ണീന്നൊക്കെ ഇച്ചിരി കണ്ണീരൊക്കെ വന്നായിരുന്നു. അതെല്ലാവരും അങ്ങനെയല്ലേ. അപ്പോൾ അവൾ പോകുമ്പോൾ ചിറ്റ അവിടെ വല്ലാണ്ട് നിൽപ്പുണ്ട് കേട്ടോ. പുള്ളിക്കാരിക്ക് സങ്കടം ഉണ്ടെന്നാലും കരഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിറ്റ ഭയങ്കര കരച്ചിലായിരുന്നു, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഹാപ്പിയാണ്. അപ്പോൾ അവൻ ടാറ്റയെ കൊടുത്ത് വിടുക കേട്ടോ. അപ്പോൾ അവർ പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആ റീല് അനുമോൾ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്തതാണ് അഞ്ചുകുട്ടി. അപ്ലോഡ് ചെയ്തപ്പോൾ പിന്നെ അത് ഡിലീറ്റ് ആയിപ്പോയി. അനുമോൾ എന്തോ ചെയ്തപ്പോൾ ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഞങ്ങളത് വീണ്ടും ഒന്നും കൂടി എടുക്കാനായിട്ട്, ഇത് ചിറ്റയുടെയൊക്കെ കസിൻ്റെ വീടാണ്. അപ്പോൾ അവരുടെ മുറ്റത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയറും ആംബിയൻസൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് റീലെടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും അവരുടെ അവിടെ വെച്ച് റീലെടുക്കാൻ വന്ന കേട്ടോ. അപ്പോൾ വീണ്ടും എടുക്കുവാണ്. എനിക്ക് ആദ്യത്തെ റീലായിരുന്നു ഒന്നും കൂടി ഇഷ്ടമായത് കേട്ടോ. കുറച്ചും കൂടി ഭംഗിയും കറക്റ്റായിട്ടൊക്കെ സ്റ്റെപ്പ് നല്ല ഫാസ്റ്റിൽ കളിക്കുന്നത്. ഇതും കുഴപ്പമില്ല, എന്നാലും ഒന്നും കൂടി ആദ്യത്തെ ആയിരുന്നു നല്ലത്. അത് അവൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്ത്, അതുകൊണ്ട് വീണ്ടും കളിക്കേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോവാട്ടോ. റീലും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതാണ് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിട്ട് പോണ വ്യൂ. ഫ്രണ്ടിലെ വ്യൂ ഇതാട്ടോ. സൈഡിൽ
അവരുടെ എല്ലാ കസിൻസിൻ്റെയും ഒക്കെ വീടാണ് ചുറ്റുമൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ചോറിനാൻ ആൾക്കാരിരുന്നു കേട്ടോ. അവർ പോകുമ്പോൾ കഴിക്കണം ശരിയല്ലല്ലോ, ഉണ്ണാൻ നേരത്തെ ഇറങ്ങാൻ പാടില്ലെന്നല്ലേ പറയണേ. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും കുറച്ച് പേരുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. കറികൾ ചെറുലാസ് ഞാൻ പറഞ്ഞല്ലോ മുന്നേ, അച്ചാർ അതൊക്കെയായിരുന്നു, മീൻകറി, ബീഫ് അങ്ങനെയുള്ളതായിരുന്നു. അപ്പം ഞങ്ങളിതേ ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങാനായിട്ടുള്ള പരിപാടിയിലാണ്. ചെറുതായിട്ട് മഴക്കാറൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് റീലിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. കുറച്ച് നേരം നമ്മൾ കിടക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ചോറുണ്ട് കഴിഞ്ഞ് അതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഇരിക്കുന്നത് ഇതാണ് അച്ചായുടെ രണ്ടാമത്തെ ചേച്ചി കേട്ടോ. അത് കഴിഞ്ഞാണ് അച്ചായി ഉള്ളത്. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ പോവാണ്. ഫുഡൊക്കെ കഴിച്ചു. ഹരിത വീട്ടിൽ പോയി. പിന്നെ ഞാനും ദേവനും ഇതും അച്ചായും കൂടി വണ്ടിയിൽ പോകും. അനുമോളും അഞ്ചുകുട്ടിയും മന്നാണിയപ്പയും കൂടി. ബാക്കി അമ്മയൊക്കെ വിളിച്ചിട്ട് അനുമോളൊക്കെ കൂടി വന്നോളൂ കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് സമയം 2 മണിയാകുമ്പോൾ പോട്ടെ. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. പരിപാടി അടിപൊളിയായിരുന്നു. പിന്നെ എന്നാ നല്ല രസമായിട്ട് കംപ്ലീറ്റ് ആയി. ഇനി ഹരിത കുഞ്ഞൊക്കെ ആയിട്ട് വരട്ടെ. ഇനി അവൾ അന്നേ വരുള്ളൂ കേട്ടോ. ഡെലിവറി കഴിഞ്ഞ് കുട്ടിക്ക് ഇങ്ങോട്ട് വരാൻ നേരത്തെ വരുള്ളൂ. അല്ലാണ്ട് വരത്തില്ല. ഇവിടുത്തെ വഴിയൊക്കെ ഭയങ്കര മോശമാണ്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇറങ്ങാം. സമയം ഇനി മഴക്കാറൊക്കെ വെച്ചാൽ പാടാം 2 വീലറിൽ പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങുവാണ്. അപ്പോൾ ചിറ്റപ്പനോടൊക്കെ യാത്ര പറയും. അപ്പോൾ ചിറ്റപ്പൻ ചോദിക്കുവാണ്, ഇതാണ് ചിറ്റപ്പൻ, എൻ്റെ ഫോട്ടോ എടുത്തു, എൻ്റെ ഫോട്ടോ നല്ലപോലെയൊക്കെ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അത് കേട്ട് അഞ്ചുകുട്ടി ചിരിക്കുവാണ്. അപ്പോൾ ഞാൻ ചിറ്റപ്പനെ എടുത്തിട്ടുണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ചിറ്റ കാരണം കുറച്ച് നേരം കൂടി നിൽക്കും, പിന്നെ പോകാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഗിരിയച്ചിട്ടയൊക്കെ പിന്നെ വരുന്നുള്ളൂ. അപ്പോൾ അവരൊക്കെ കുറച്ച് പാത്രവും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ട്, അതൊക്കെ കഴുകട്ടെ എന്ന് പറഞ്ഞാൽ അവരെ അവളെ നിർത്തി. അനുമോളും വനിയില്ല, അഞ്ചുകുട്ടിയും ഞാനും അപ്പയും, രണ്ടാമത്തെ അപ്പയെന്ന് പറഞ്ഞില്ലേ, അപ്പയും കൂടിയാണ് പോണത്. ദേവനും വീതും അക്കയൊക്കെ പയ്യെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ദേ പോവുകയാണ് ഞങ്ങൾ. 2 വീലറിന് പോകാനാണ്. പിന്നെ അച്ചായി വരുന്നുണ്ട്. അച്ചായിക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പോയി ഞങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട്. ഈ ചെരുപ്പ് ഞാൻ 100 രൂപയ്ക്ക് അഷ്ടമിയിൽ നിന്ന് മേടിച്ചു കേട്ടോ. 100 രൂപയുള്ള നല്ല അടിപൊളി ക്വാളിറ്റിയാണ് അതിന്. ദേവൻ്റെ ആ ഷൂ ഞാൻ അതിടണ്ടെന്ന് അവനോട് പറഞ്ഞു കേട്ടോ. കുറേ നേരം എടുക്കും അതൊന്ന് കെട്ടി റെഡിയാക്കി വരാനായിട്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് തന്നെ കെട്ടുവാണ്. ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും ടാറ്റ ബൈ സീ യു ഒക്കെ പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുവാണ്. അപ്പോൾ അച്ചായൊക്കെ റെഡിയായി, അഞ്ചുകുട്ടിയും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിതേ പോവാണ്. അമ്പാടിയോടൊക്കെ ടാറ്റ പറഞ്ഞു. ഇതാണ് അമ്പാടി, ഹരിതയുടെ ഹസ്ബൻഡ്, കൊച്ചിൻ്റെ അച്ഛൻ. അവൻ ഈ വ്ലോഗ് കാണുമ്പോൾ എന്നെ കൊല്ലുമോയെന്ന് അറിയത്തില്ല. അപ്പോൾ അത് അച്ചായി ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടോ എല്ലാവരും റെഡിയായി. എല്ലാവരും ഒക്കെ വന്നവരൊക്കെ പോയി. ഇനിയിപ്പോൾ രാത്രിത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. കുറച്ച് പാത്രവും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ തലയിലേക്ക് ഹെൽമെറ്റൊക്കെ വെച്ച് നമ്മൾ പോവാണ്. യാത്ര ചെയ്യുമ്പോൾ 2 വീലർ ഓടിക്കുമ്പോൾ എന്ത് വേണം, ഹെൽമെറ്റ് വേണം. അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പോകുവാണ്. വിധുക്കുട്ടനെ അഞ്ചുകുട്ടിയുടെ കൂടെ ഇരുത്താമെന്നാണ് പ്ലാൻ ചെയ്തേക്കണത്. എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് അനുമോളാണ് കേട്ടോ. കുറച്ച് വീഡിയോയും കൂടി ഉണ്ടായിരുന്നു. ഞാൻ വിധുവിന് ചോറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അത് റെക്കോർഡാക്കാണ്ട് വെറുതെ ക്യാമറ ഓണാക്കി, ചുമ്മാ ക്യാമറ ഓണാക്കിയതേ ഉള്ളൂ വീഡിയോ. പക്ഷെ അത് റെക്കോർഡാക്കിയില്ല. അതുകൊണ്ട് അതൊന്നും കിട്ടിയില്ല കേട്ടോ. പുള്ളിക്കാരെ അറിഞ്ഞിട്ട് പോയില്ല. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇതായിരുന്നു 7ാം മാസത്തിൽ കൂട്ടിക്കൊണ്ട് പോരുന്ന ചടങ്ങ് കേട്ടോ.